ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിരാട് കോഹ്ലി എല്ലാ കാര്യത്തിനും മുന്നിലാണ്. ഏത് ഫോർമാറ്റ് എടുത്താലും ഏത് ടൂർണമെന്റ് എടുത്താലും അദ്ദേഹം തലപ്പത്തിലുണ്ടാവും. ഇപ്പോ IPL 400+ റൺസ്, അതായത് ഒരു സീസൺ ഏറ്റവും തവണ എടുത്ത പ്ലെയർ ശുഭ്മൻ ഗിൽ 7 തവണ എടുത്തിട്ടുണ്ട്. KL രാഹുൽ 8 തവണ എടുത്തപ്പോൾ ഡേവിഡ് വാർണറും സുരേഷ് റെയ്നയും ശിഖർ ധവൻ രോഹിത് ശർമ്മയും 9 തവണ എടുത്തിട്ടുണ്ട്. സാക്ഷാൽ വിരാട് കോഹ്ലി 12 തവണ എടുത്തു. അദ്ദേഹം ഇന്നലെയും 400+ അടിക്കുന്ന കാഴ്ച കണ്ടില്ല. അതായത് ഇന്നലെ സെഞ്ചുറി അടിച്ചതോടുകൂടി IPL 12ാമത്തെ തവണയും 400+ എടുക്കുന്ന ഒരു സീസണിൽ. ഇപ്പോ മോസ്റ്റ് 100s ബൈ T20 ക്രിക്കറ്റ് ബൈ ഇന്ത്യൻ പ്ലെയറിൽ അതിലും 1ാം സ്ഥാനത്തുള്ളവരാരോ? സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെ. അദ്ദേഹത്തിന് താഴെയാണ് അഭിഷേക് ശർമ്മയും രോഹിത് ശർമ്മയൊക്കെ 9 വിട്ടുമായിട്ടുള്ളത്. പിന്നെ ഫിയോസ്റ്റ് ഇന്നിംഗ്സ് ടു ടേക്കൺ റീച്ച് 14,000 T20 റൺസിൽ കേരൻ പോളാർഡ് 633 ഇന്നിംഗ്സിലുണ്ട്. അലക്സ് ഹെയിൽസ് 505, ബട്ടർ 468, ഡേവിഡ് വാർണർ 431, ക്രിസ് ഗെയിൽ 423. ഇപ്പോൾ വിരാട് കോഹ്ലി അവിടെ മുന്നിൽ 408 9 ഇന്നിംഗ്സിലാണ് വിരാട് കോഹ്ലി 14,000 റൺസ് നയിക്കുന്ന കാഴ്ച കണ്ടില്ലേ? IPL കൂടുതൽ സെഞ്ചുറി അടിച്ച പ്ലെയറിൽ അതിലും 1ാം സ്ഥാനം വിരാട് കോഹ്ലിയാണ്. 9 സെഞ്ചുറിയാണ് കോഹ്ലി എടുത്തത്. ബട്ട്ലർ 6 എടുത്തപ്പോൾ രാഹുലും ഗെയിലും 6. സഞ്ജു സാംസൺ 5 സെഞ്ചുറിയുമായിട്ട് 4ാം സ്ഥാനത്താണുള്ളത്. അപ്പോ T20 ക്രിക്കറ്റില് ഏത് ടൂർണമെന്റ് ആയാലും കോഹ്ലി പണ്ടേ പുലിയാണ്. അദ്ദേഹം ചേസ് മാസ്റ്ററുമാണല്ലോ, ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ലല്ലോ. പിന്നീട് ഒരു കാര്യം, മോസ്റ്റ് 50+ സ്കോർസ് KKR ഇൻ IPL അതിലും വിരാട് കോഹ്ലി ഇപ്പോ സുരേഷ് റെയ്നെ മറികടന്നിട്ട് 1ാം സ്ഥാനത്തേക്ക് പോയി. 9 50, റെയ്ന 8, രോഹിത് ശർമ്മ 8, വാർണർ 8, ധവാൻ 7. അങ്ങനെ എല്ലാം എടുത്തു നോക്കിയാലും കോഹ്ലി തന്നെ 1ാമത്. അതാണ് പറഞ്ഞത്, അദ്ദേഹം ചേസ് മാസ്റ്ററാണ്, അദ്ദേഹം ഈ ഗെയിമിന്റെ ലെജൻഡ് ആണെന്ന്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.